ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടേൽസ് വിത്ത് സുധ. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതെ, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഒരു അടിപൊളി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡാണ് കേട്ടോ. അപ്പം നമ്മൾ ഓണമൊക്കെ അടിച്ചു പൊളിച്ച് പായസവും നല്ല അടിപൊളി സദ്യ എല്ലാം കഴിച്ചിട്ട് ഇനി നമുക്ക് കുറച്ച് ഹെൽത്തി ആയിട്ട് നമ്മുടെ ബോഡിയെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്താലോ. അപ്പോൾ ഈ സാലഡ് ഒരു മാസം അടുപ്പിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 5 കിലോ വരെ ബോഡി വെയിറ്റ് കുറയ്ക്കാൻ പറ്റും കേട്ടോ. ഞാനിത് വഴിയെല്ലാം പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് ഈ സാലഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നല്ല സവോള എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം കുക്കുംബർ, ഒരു നമ്മുടെ ക്യാരറ്റ്, ഇത്രയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിനെയൊക്കെ നമ്മൾ നന്നായിട്ട് കഴുകി ചെറിയ ചൂടുവെള്ളത്തിൽ നന്നായിട്ട് കഴുകി തൊലിയെല്ലാം കളഞ്ഞു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്കിനി അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം കേട്ടോ. ഈ കഷ്ണങ്ങൾ അരിയുമ്പോഴേക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ അരിഞ്ഞു. ഞാനിവിടെ ചെറുതായിട്ട് നീളത്തിലാണ് കേട്ടോ നമ്മുടെ സാലഡിന് വേണ്ടി എല്ലാം റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ സാലഡ് നമ്മൾ കഴിക്കുവാണെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ഒരു മാസമെങ്കിലും നമ്മൾ കഴിക്കണം കേട്ടോ. റെഗുലറായിട്ട് നമ്മൾ എന്ത് കാര്യം കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ ബോഡിയിൽ നമുക്കതൊരു ഫലം കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഈ സാലഡ് നമ്മൾ ഒരു വൈകുന്നേര സമയത്ത്, അതായത് ഒരു 6 മണിക്കും 7 മണിക്കും നമ്മളിത് കഴിക്കണം. ഇത് നമ്മളിത് ലാസ്റ്റ് മീലായിട്ട് തന്നെ കഴിക്കണം കേട്ടോ. ഇത് കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ വിശക്കുവാണെങ്കിൽ ഒരു ഗ്രീൻ ടീയോ അല്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളമോ അല്ലെങ്കിൽ ബ്ലാക്ക് ടീയോ ബ്ലാക്ക് കോഫിയോ എന്തെങ്കിലും മാത്രമേ കുടിക്കാവുള്ളൂ. അപ്പോൾ ഇതായിരിക്കണം നമ്മുടെ ലാസ്റ്റ് മീൽ. 6നും 7നും ഇടയ്ക്ക് കഴിക്കണം കേട്ടോ. പിന്നെ ഈ സാലഡ് മാത്രം കഴിച്ചാൽ പോലെ കേട്ടോ. ഇത് നമ്മുടെ ഒരു നേരത്തെ ഫുഡ് മാത്രമാണ്. നമ്മുടെ ദിവസത്തിൽ നമ്മൾ കഴിക്കുന്ന ബാക്കി 2 നേരത്തെ ഫുഡും കൂടെ നമ്മൾ ഹെൽത്തി ആയിട്ട് തന്നെ കഴിക്കാനും ശ്രമിക്കണം. അതുപോലെ തന്നെ വെള്ളം മിനിമം ഒരു 2-2.5 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ കുടിക്കണം. പിന്നെയാണെന്നുണ്ടെങ്കിൽ ചെറിയ എന്തെങ്കിലും എക്സസൈസ്, ഒരു അരമണിക്കൂർ നിങ്ങൾക്ക് നടക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ എക്സസൈസും കൂടെ നിങ്ങൾ ഇതിൻ്റെ കൂടെ ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതുകൊണ്ട് വെയിറ്റ് ലോസ് കിട്ടുള്ളൂ കേട്ടോ. അല്ലാതെ ഈ സാലഡ് മാത്രം കഴിച്ചുകൊണ്ടാലും നിങ്ങളുടെ വെയിറ്റ് ലോസ് ഉണ്ടാകത്തില്ല. വെയിറ്റ് ലോസിന് വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ അത് അതിൻ്റെ രീതിയിൽ തന്നെ നമ്മുടെ ഫുഡും നോക്കി ചെറുതായിട്ട് നമ്മൾ എക്സസൈസും ചെയ്താൽ മാത്രമേ നമ്മുടെ വെയിറ്റ് ലോസ് ഉണ്ടാകത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ പച്ചക്കറികളൊക്കെ ഏകദേശം നമ്മൾ ഇവിടെ അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനകത്തേക്ക്, ഈ സാലഡിനകത്തേക്ക് ഒരു ഡ്രസ്സിങ് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര് എടുത്തിട്ടുണ്ട്. ആ തൈരിനകത്തേക്ക് നമ്മൾ ഒരു പച്ചമുളക് വളരെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ അളവിൽ നമ്മൾ ക്രഷ്ഡ് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്കിതിനകത്തേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ക്രഷ് ചെയ്ത് വെച്ച കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ അളവിൽ നമ്മുടെ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. നമ്മൾ സാലഡിലേക്ക് വേറെ ഉപ്പിനി ചേർക്കത്തില്ല കേട്ടോ. ഇനി ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ അളവിൽ ഞാൻ മല്ലിയില, എൻ്റെ ഫ്രീസറിലിരുന്ന മല്ലിയിലയാണ്, നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില ഉപയോഗിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇതിനെല്ലാത്തിനെയും കൂടെ നമുക്ക് മിക്സ് ചെയ്ത് നല്ലതായിട്ടൊരു ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലേക്ക് മാറ്റിയെടുക്കണം കേട്ടോ. എന്നാലേ നമ്മുടെ സാലഡിലേക്ക് ഒഴിക്കുമ്പോൾ ഇതെല്ലായിടത്തേക്കും നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ സാലഡിൻ്റെ ഡ്രസ്സിങ് ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഞാനിവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് സാലഡ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾ ഓരോന്നായിട്ട് ഇതുപോലെ ഏകദേശം ഒരു വലിയ ബൗളിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഈ സാലഡിന് പ്രോട്ടീന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു 250 ഗ്രാം നമ്മുടെ വെള്ളക്കടല വേവിച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ 250 ഗ്രാം നമ്മുടെ ഈ കടലയ്ക്കകത്ത് ഏകദേശം ഒരു 22 ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കടലയും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ വിനെഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈ വിനെഗർ നമ്മുടെ വെജിറ്റബിളിൻ്റെ എല്ലാ സൈഡിലേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് നമുക്ക് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈ മിക്സ് ചെയ്തിരിക്കുന്ന വെജിറ്റബിളിലേക്ക് ഇനി നമുക്ക് നമ്മുടെ സാലഡിന് റെഡിയാക്കി വെച്ച ഡ്രസ്സിങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഡ്രസ്സിങ് ഒക്കെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ 2 ഫോർക്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ എടുത്തിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ഈ ഡ്രസ്സിങ് നമ്മുടെ സാലഡിൻ്റെ എല്ലാ സൈഡിലേക്കും പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം നമുക്ക് ആ കുരുമുളകിൻ്റെയും ആ നമ്മുടെ മല്ലിയിലയുടെയും നമ്മുടെ സവാളയുടെയും എല്ലാത്തിനെയും കൂടെ ഒരു ടേസ്റ്റ് ഇതിനകത്തേക്ക് എല്ലാത്തിനേക്കും കൂടെ പിടിച്ച് നല്ലൊരു അടിപൊളി സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒരു ഡിഷിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ.
പിന്നെ നിങ്ങൾ ഈ സാലഡ് ഇതേവരെയും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടേ നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയണം കേട്ടോ. പിന്നെ അതുപോലെ ഒരു മാസമെങ്കിലും ഇത് മിനിമം കഴിക്കണം. നിങ്ങൾ അതിൻ്റെ കൂടെ എക്സസൈസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്.